നനഞ്ഞ കോഴിയപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് രാജസ്ഥാനിൽ പോയി ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് വെച്ച് വിടുകയാണ്. ഇറങ്ങിയ ഉടനെ നല്ല പെരുമഴ, തുള്ളിക്കൊരു കടം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്ത് ലക്ഷണേ ഇല്ല, ആകാശം നല്ല തെളിഞ്ഞു. അങ്ങനെ നമ്മൾ എത്തിയേക്കുന്ന ഷാപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, രാജസ്ഥാനിലാട്ടോ. ഇഷ്ടം പോലെ കടകളുണ്ട് ഇവിടെ, എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. അപ്പം നമ്മളിതേ ഈ സ്ഥലത്തോട്ടൊന്നും നോക്കി, ക്ലേ പോട്ടറി ഇല്ലേ, ഇതൊക്കെ എന്തിന് വീട്ടിൽ കൊണ്ടുവച്ച് എവിടെ വെക്കാൻ എന്ന് വെച്ചിട്ട് ഞാൻ ആ സെക്ഷനിലോട്ട് അധികം നോക്കാതെ ഇതേ പിള്ളേരെ പറ്റിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നോക്കി നേരെ വാഷ്റൂമിൽ പോയി. നല്ല ക്ലീൻ വാഷ്റൂം ആയിരുന്നു. പിന്നെ നമ്മുടെ നേരെ എന്താണ് ഭക്ഷണം അങ്ങോട്ട് കടന്നു. ഹൈവേ കിങ് എന്നാണ് നമ്മുടെ റെസ്റ്റോറന്റിന്റെ പേര്. എന്റെ സ്ഥിരം പരിപാടിയായ മെനു, അതിൽ പടം നോക്കലാണ് എന്റെ ഏറ്റവും ഇഷ്ട വിനോദം. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ ഇവർക്ക്. ഞാൻ ആദ്യമായിട്ടല്ല, ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ദേ നമുക്ക് വിളമ്പുന്ന ചേട്ടനാണിത്. തിരക്ക് നിങ്ങൾ നോക്കിയേ, എന്തോരോ ആളുകളാ. അപ്പൊ എന്റെ കോലം ഇതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നനഞ്ഞ കോഴിയായിരുന്നു, മുടി ഒരുവിധം ഉണങ്ങി കിട്ടുന്നുണ്ട്. അച്ഛനും മൂന്നും ഇവിടെ നല്ല കത്തി. നമ്മുടെ സംഭവം എത്തിയിട്ടുണ്ട്. ചോറ്, ഗണപതിക്ക് വെച്ചാൽ ഒരു പപ്പടം, ബൂന്തി റൈത്ത, ഗ്രീൻ സാലഡ്, അലങ്കരിച്ച പനീർ ബട്ടർ മസാല, അലങ്കരിച്ച സബ്ജി, പച്ചക്കറിയൊക്കെ ഇട്ട് എന്തോ ഒരു കറി കേട്ടോ. പിന്നെ ദാൽ മഖനി, അത് അലങ്കരിച്ചിട്ടുണ്ട്. ലാച്ച പറാട്ടയും നമ്മുടെ സാധാരണ റൊട്ടിയും ഉണ്ട് കേട്ടോ. ഒരു ലാച്ച പറാട്ടയും 2 ബട്ടർ റൊട്ടിയാ, തന്തൂരിലെല്ലാം ബട്ടർ ചേർത്തതാ. പിന്നെ ഇത് അവർ ഓർഡർ ചെയ്തിട്ട്, എനിക്ക് മാത്രം താലി ഓർഡർ ചെയ്ത്. രാക്കെ ഓർഡർ ചെയ്ത മട്ടർ മഷ്റൂം അവർക്കും കിട്ടും കേട്ടോ, ഉള്ളിയും എന്തോ പച്ചക്കറിയൊക്കെ. പിന്നെ അങ്കുന് എന്റെ കയ്യിൽ കണ്ട അതേ പനീർ ബട്ടർ മസാല. അപ്പൊ എന്റെ താലി ഞാൻ ഇത്ര എടുത്ത് വെച്ചത്. എല്ലാ റൊട്ടിയും എനിക്ക് കഴിക്കാൻ പറ്റത്തുണ്ട്, ഞാൻ ആവശ്യത്തിന് എടുത്തത്. ബാക്കി അതിനനുസരിച്ചാണ് അവർ ഓർഡർ ചെയ്തത്. അപ്പൊ നമുക്കിതെല്ലാം പെട്ടെന്ന് കഴിച്ച് തീർക്കണ്ടേ. നിമിഷം കൊണ്ട് ഞാൻ ആദ്യം പനീർ ബട്ടർ മസാല, പിന്നെ ഇടയ്ക്കൊന്ന് അച്ചാർ നോക്കി. ഞാൻ അങ്ങനെ അച്ചാർ കഴിക്കാറില്ല, കളർഫുൾ ആണ്, എരിവൊന്നും കാണത്തില്ല, വലിയ ടേസ്റ്റും ഇല്ല. അപ്പോൾ ഓരോന്ന് മുക്കി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. ചോറും ലാസ്റ്റ് ഈ ദാൽ മഖനിയായിട്ടുള്ളൊരു പിടി അങ്ങ് പിടിച്ചു. വിശന്ന് തല കറങ്ങി കണ്ണ് കറങ്ങി ഇരുന്നതാണ്. അപ്പോൾ എല്ലാം നിമിഷം കൊണ്ടാണ്. ഞാൻ എങ്ങനെ അകത്തോട്ട് പോയി എന്ന് എനിക്കറിയത്തില്ല. ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതേ പാത്രം കാണിച്ചു തരാം. ഒന്നും കംപ്ലീറ്റ് കാലിയാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ഇവിടെ വന്നു, അതും കഴിച്ചു. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.